അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും പറ്റുന്ന, നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന വളരെ മഹത്വമുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ ദിക്റ് ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ദുആയ്ക്ക് ഉത്തരം കിട്ടും. ഈ ദിക്റ് ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികളായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുഹമ്മദ് നബി സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ്. ഈ ദിക്റ് ചൊല്ലിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും. ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും. അതുപോലെ ഈ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനും കഴിയും. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. ഏറ്റവും മഹത്വമുള്ള, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിക്റും കൂടിയാണ്. ഈ ദിക്റിൻ്റെ മഹത്വങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ഇത് ചൊല്ലാതെ പോയാൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വിലപ്പെട്ട ഒന്ന് നഷ്ടപ്പെടും പോലെയാണ്. നിങ്ങൾക്ക് ആ ഏറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച പോലെയാണ്. ഈ ദിക്റ് നിങ്ങൾ പതിവാക്കി നിങ്ങൾക്ക് അസുഖങ്ങൾ വരില്ല. കഴിയുന്നതും ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. നമുക്ക് 99 അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കും. ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ പറയുന്നതാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എനിക്ക് ഒരുപാട് ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, എനിക്കൊരു ദിക്റ് പറഞ്ഞു തരുമോ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിക്റാണ് ദാരിദ്ര്യത്തെ തൊട്ട് തടയാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്. അതുപോലെ വേറൊരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എൻ്റെ മകനെ കാണുവാനില്ല, എവിടെയും നോക്കിയിട്ട് എൻ്റെ മകനെ കാണുവാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തതും ഈ ദിക്റാണ്. ഈ ദിക്റ് ധാരാളം ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ സഹാബിയുടെ മകൻ അന്ന് രാത്രി തന്നെ തിരിച്ചു വന്നു. ധാരാളം ഒട്ടകങ്ങളുമായിട്ടാണ് തിരിച്ചു വന്നത്. ആ സഹാബിക്ക് ദാരിദ്ര്യവുമായിരുന്നു. അപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ തിരിച്ചു വന്നിട്ടുണ്ട്, കയ്യിൽ കുറേ ഒട്ടകങ്ങളുമുണ്ട്, എനിക്കതിൽ സംശയം തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, അത് നിനക്കുള്ളതാണ് എന്ന്, നീ എടുത്തോ എന്നും പറഞ്ഞു. അപ്പോൾ ഈ ദിക്റ് ചൊല്ലിയിട്ട് കിട്ടിയ മഹത്വമാണ് ഇത്. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് അറിയാനുള്ളത്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ ഈ ദിക്റ് ചൊല്ലേണ്ട രീതി, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഹാജത്ത് നിസ്കരിച്ച ശേഷം ചെയ്യലാണ് ഏറ്റവും ഉത്തമം. നമുക്ക് അതിന് ഫലം ഇരട്ടിയാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഹാജത്ത് നിസ്കരിക്കണമെങ്കിൽ ഈ വീഡിയോയിൽ പറയും പോലെ ചെയ്താൽ മതി. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ദിക്റ് വെറുതെ ആയിട്ട് ചൊല്ലിയാലും മതി. നിയത്ത് വെച്ചിട്ട് അപ്പോഴും ഫലം കിട്ടും. അപ്പോൾ നമുക്ക് ഫലം കിട്ടാനായിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറാനൊക്കെ ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് പാപമോചനമൊക്കെ തേടി നല്ല രീതിയിലായിരിക്കുമല്ലോ ചൊല്ലുക. അപ്പോൾ അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് ഫലം ഇരട്ടിയുമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അർദ്ധരാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇശാന് ശേഷമോ മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് ആ ഒരു സമയത്തോ ഏതെങ്കിലും ഒരു സമയത്ത് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. ഹാജത്തിൻ്റെ ആ ഒരു നിസ്കാരത്തിൽ നിങ്ങൾക്ക് ഫാത്തിഹ ഓതിയതിന് ശേഷം നിങ്ങൾക്ക് ആയത്ത് കുർസി ഓതാം. ആയത്ത് കുർസി ഒരു 11 വട്ടം, രണ്ടാമത്തെ റക്അത്തിലും ആയത്ത് കുർസി 11 വട്ടം. ഇങ്ങനെ ആ ഒരു നിസ്കാരം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇസ്തിഗ്ഫാറും സ്വലാത്തൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്ത് ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ദിക്റ് ചൊല്ലുക. നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. ഈ ഒരു ദിക്റ് നിങ്ങൾക്ക് എണ്ണം എത്രയാണോ ചൊല്ലാൻ കഴിയുക അത്ര നിങ്ങൾ ചൊല്ലുക. 113 313 കൂടിയാൽ 444 അല്ലെങ്കിൽ 4444 എത്രയാണോ നിങ്ങൾക്ക്. നമുക്കൊരാഗ്രഹങ്ങൾ നിറവേറാൻ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് ചൊല്ലാനായിരിക്കുമല്ലോ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം എളുപ്പത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എത്ര നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറായിരിക്കുമല്ലോ. അതിയായ ആഗ്രഹം മനസ്സിൽ നടക്കാനായിട്ടുണ്ടെങ്കിൽ, മോഹമുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചൊല്ലണമെങ്കിൽ അങ്ങനെയും ചൊല്ലാം. നിങ്ങൾക്ക് ആ ഒരു നിസ്കാരപ്പായയിൽ നിന്ന് നേർച്ച വെച്ചിട്ട് ചൊല്ലാൻ കഴിയുന്നത് ചൊല്ലുക. എന്നിട്ട്
ശേഷം നബിയുടെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇരു കൈകൾ ഉയർത്തിയിട്ട് മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹുവിൻ്റെ മുന്നിൽ കൽബങ്ങ് തുറക്കുക. ഉറപ്പായിട്ടും പടച്ച റബ്ബ് നമ്മുടെ ദുആ തട്ടിക്കളയില്ല. നമ്മളെ എന്താണോ ആഗ്രഹിച്ചത് അത് അള്ളാഹു നടത്തിത്തരും. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരാനുണ്ടെങ്കിൽ അത് അള്ളാഹു തട്ടി മാറ്റും. നമ്മൾ അള്ളാഹുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരു ലോകം വിജയം കിട്ടും. ഈ ദിക്റിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ദിക്റാണ്. എല്ലാ ഖുർആനിലും എല്ലാവിടെയും ഉള്ളൊരു ദിക്റ് തന്നെയാണ്. എങ്കിലും പലരും ഇത് ചൊല്ലുകയില്ല, ഇത് പതിവാക്കുകയില്ല. നമ്മൾ ഇത് ചൊല്ലാനായിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് വെറുതെ ഇങ്ങനെ നമ്മൾ ഓരോ പണികൾ ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചൊല്ലാം. തസ്ബീഹ് കയ്യിലില്ലെങ്കിലും നമുക്ക് കൈൻ്റെ വിരൽ ഉപയോഗിച്ചിട്ട് ദിക്റ് ചൊല്ലാം. ദിക്റ് ചൊല്ലിയാൽ നമ്മൾ എവിടെയും കൊയ്യില്ല. അള്ളാഹു നമ്മളെ സഹായിക്കും. അതുപോലെ നിങ്ങൾക്ക് ഹാജത്തൊന്നും നിസ്കരിക്കാതെ ഏതെങ്കിലും ഒരു സമയത്താണ് നിങ്ങൾ ആഗ്രഹം നിറവേറാൻ ചൊല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് 313 എത്രയാണ് നിയത്ത് വെക്കുന്നത് എന്ന് വെച്ചാൽ ആ നിയത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചൊല്ലാം. ഏത് സമയത്ത് ചൊല്ലിയാലും കുഴപ്പമില്ല, ഫലം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയിരുപ്പിൽ ചൊല്ലാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് നിർത്തി ചൊല്ലാം. അള്ളാഹുവിനോട് ചൊല്ലിയിട്ട് നിർത്തുമ്പോഴൊക്കെ ദുആ ചെയ്താൽ മതി. ഉറപ്പായിട്ടും അള്ളാഹു ദുആ സ്വീകരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറാനുള്ളവർക്കും അതുപോലെ പ്രയാസങ്ങളിൽ പെട്ട് കിടക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ദിക്റുകൾ അറിഞ്ഞിട്ടും ചിലർ ചൊല്ലുകയില്ല. നമ്മളെയൊക്കെ മദ്രസയിൽ നിന്നൊക്കെ പഠിപ്പിച്ച് തന്ന ദിക്റ് തന്നെയാണിത്. എങ്കിലും അറിഞ്ഞിട്ടും ചിലർ ഈ ദിക്റ് ചൊല്ലുകയില്ല. നമുക്ക് ഇതിൻ്റെ മഹത്വം അറിയാഞ്ഞിട്ടും ചിലർ ചെല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഈ ദിക്റിൻ്റെ മഹത്വം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ. അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ, ഹലാലായ മുറാദുകൾ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അതുപോലെ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, പ്രത്യേകം ദുആ ചെയ്യുക. ഈ ദിക്റുകൾ ചൊല്ലിയിട്ട് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരെയൊക്കെ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെ ബുദ്ധിമുട്ടിയിട്ട് നാട്ടിൽ വരാതിരുന്നിട്ട് കഷ്ടപ്പെടുന്നവരൊക്കെ നാട്ടിൽ വരാനുള്ള വഴി അള്ളാഹു തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രവാസികളെ അള്ളാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.